ദേവാലയത്തിന് പ്രധാനമായി രണ്ട് ഭാഗങ്ങളുണ്ട് നമുക്കറിയാം. ഹൈക്കല, മദ്ബഹ. ഹൈക്കല ഭൂമിയെ സൂചിപ്പിക്കുന്നു. ഈ ഭൂമിയിലാണ് സമൂഹം, ഭൂമിയെ സൂചിപ്പിക്കുന്ന ഹൈക്കലയിലാണ് സമൂഹം നിലകൊള്ളുക. മദ്ബഹ രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. കർത്താവിൻ്റെ കല്ലറ സ്ഥിതി ചെയ്യുന്ന തോട്ടം, സ്വർഗം. ഈ രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് മദ്ബഹ. മദ്ബഹയിൽ ഇട്ടിരിക്കുന്ന ബലിപീഠം രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. ത്രിത്വൈക ദൈവത്തിൻ്റെ സിംഹാസനം, കർത്താവിൻ്റെ കല്ലറ. കുർബാനയിൽ വൈദികൻ 3 പ്രാവശ്യം കുനിഞ്ഞ് ആചാരം ചെയ്ത് ബലിപീഠത്തിനരികിലേക്ക് വന്ന് ബലിപീഠത്തിൻ്റെ 3 ഇടങ്ങളിൽ ചുംബിക്കുമ്പോൾ ഈ ബലിപീഠം ത്രിത്വൈക ദൈവത്തിൻ്റെ സിംഹാസനത്തെയാണ് സൂചിപ്പിക്കുക. അപ്പോൾ മദ്ബഹ സ്വർഗത്തെ സൂചിപ്പിക്കുന്നു, ബലിപീഠം ത്രിത്വൈക ദൈവത്തിൻ്റെ സിംഹാസനം, സ്വർഗത്തിലെ സിംഹാസനം. ആ ത്രിത്വൈക ദൈവത്തോടുള്ള ബഹുമാനം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വൈദികൻ 3 ഇടങ്ങളിൽ ചുംബിച്ചുകൊണ്ട് അനാഫ്ര ഭാഗത്തേക്ക് പ്രവേശിക്കുക. ഇനി ഇതേ ബലിപീഠം തന്നെ മറ്റൊരു സമയത്ത് വേറെ അർത്ഥം സൂചിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, കർത്താവിൻ്റെ കല്ലറയെ സൂചിപ്പിക്കുന്നു. സമാധാനാശംസ നൽകുമ്പോൾ 1 പ്രാവശ്യം ചുംബിക്കുമ്പോൾ ശൂന്യമായ കല്ലറയാണ് ബലിപീഠം സൂചിപ്പിക്കുക. അപ്പോഴും മദ്ബഹ കർത്താവിൻ്റെ കല്ലറ സ്ഥിതി ചെയ്യുന്ന തോട്ടത്തെയും സൂചിപ്പിക്കുന്നു.